അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ 3-ാം ക്ലാസ്സിന്റെ ഉലൂമുദ്ദീന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ വായിക്കുന്നത്. പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുന്നത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം മുതലാണ് കിതാബൊക്കെ മാറിയിട്ടുമുള്ളത്. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. 100 മാർക്കിനാണ് ആഫിർ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമതായി കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണ്. അതിലൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പയാണ് അബൂ താലിബ്, അബൂ ലഹബ്, അബ്ദുൽ മുത്തലിബ്. അതാണ് ശരി. അബ്ദുൽ മുത്തലിബാണ് ഉത്തരം. ഉത്തരത്തിന് മാത്രം ടിക്ക് ചെയ്യാനാണ്. രണ്ടാമത്തത്, അവരിൽ നിന്ന് തെറ്റുകൾ ഉണ്ടാവുകയില്ല. മനുഷ്യർ, ജിന്നുകൾ, അമ്പിയാക്കൾ. അതുത്തരം അമ്പിയാക്കൾ എന്നാണ് ശരി. മൂന്നാമത്തത്, യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടണം. സൈക്കിൾ യാത്രക്കാർ, കാർ യാത്രക്കാർ, ബൈക്ക് യാത്രക്കാർ. ഏതുത്തരം കാർ യാത്രക്കാർ എന്നാണ് ശരി. നാലാമത്തത്, മൂസാ നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു തആല നൽകിയ കിതാബ് സബൂർ, ഇഞ്ചീല്, തൗറാത്ത്. ഏതാണ് ഉത്തരം തൗറാത്ത് എന്നാണ് ശരി. അഞ്ചാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം തിങ്കളാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച. ഏതാണ് ഉത്തരം തിങ്കളാഴ്ച. ആറാമത്തത്, ഉറങ്ങുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർത്തിരുന്നു ഇശാഇന് ശേഷം, ഇശാഇന് മുമ്പ്, ഉച്ചക്ക്. ഏതാണ് ഉത്തരം ഇശാഇന് മുമ്പ്. ഏഴാമത്തെ ചോദ്യം, മണ്ണ് കൊണ്ടാണ് ഇവരെ സൃഷ്ടിച്ചത്. മലക്കുകൾ, ജിന്നുകൾ, മനുഷ്യർ. ഏതാണ് ഉത്തരം മനുഷ്യർ എന്നാണ്. എട്ടാമത്തത്, ഹാജർ ബീവിയുടെ മകന്റെ പേര് ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം. ഏതാണ് ഉത്തരം ഇസ്മായിൽ അലൈഹിസ്സലാം. ഒമ്പതാമത്തെ ചോദ്യം, വിശ്വസ്തത എന്നാണ് അർത്ഥം. അസ്ദിഖ്, അൽ അമാന, അൽ ഫതാന. അതാണ് അൽ അമാന എന്നാണ് ഉത്തരം. പത്താമത്തത്, ജസീറത്തുൽ അറബിൽ ഉള്ള ഒരു രാജ്യമാണ് സൗദി അറേബ്യ, ഇന്ത്യ, അമേരിക്ക. ഇതാണ് ഉത്തരം സൗദി അറേബ്യ എന്നാണ് ഉത്തരം. 10 ചോദ്യങ്ങളും ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ശരിയായതിന് മാത്രം ടിക്ക് ചെയ്യാനാണ്. ഇനി അടുത്തത്, ചേരുംപിടി ചേർക്കുക, മാച്ച് ചെയ്യാനാണ്. അതിൽ ലെറ്റേഴ്സ് ആണ് മാച്ച് ചെയ്യേണ്ടത്. 11, പരിഹാസം, ലെറ്റർ സി, വലിയ കുറ്റമാണ്. 12, കൂർമ്മ ബുദ്ധി, ലെറ്റർ ഡി, നബിമാർക്ക് നിർബന്ധമായ സിഫത്ത്. 13, ദോഷം, ലെറ്റർ ഇ, മലക്കുകളിൽ നിന്നുണ്ടാവില്ല. 14, ഉറക്കം, ലെറ്റർ എ, ഉന്മേഷം പ്രദാനം ചെയ്യും. 15, സലാം പറയൽ, ലെറ്റർ ബി, നന്മയും ബറക്കത്തും കൊണ്ടുവരും. ഇനി പൂരിപ്പിക്കുക. 16-ാമത്തത്, അല്ലാഹു തആല മാത്രമാണ് ആരാധനക്കർഹൻ. 17, തുമ്മിയവൻ അല്ലാഹു തആലയെ സ്തുതിച്ചാൽ യർഹമുക്കുമുല്ലാഹ് ചൊല്ലണം. അതായത് അൽഹംദുലില്ലാഹ് ചൊല്ലിയാൽ എന്ത് ചെയ്യണം? കേട്ടാൾ യർഹമുക്കുമുല്ലാഹ് എന്ന് പറയണം എന്നർത്ഥം. 18-ാമത്തെ ചോദ്യം, നബിമാരുടെ സ്വപ്നം വഹയിന്റെ ഭാഗമാണ്. 19, പ്രധാനികളായ മലക്കുകൾ 10 പേരാണ്. 20, ഉറങ്ങുമ്പോൾ വലതു കവിളിന് താഴെ കൈവച്ച് കിടക്കണം. റെഡ് മാർക്കിൽ എഴുതിയിട്ടുള്ളതാണ് പൂരിപ്പിക്കാനുള്ളത്. ഇനി അടുത്തത്, ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. 21-ാമത്തത്, ഷീസ് നബി അലൈഹി ഇസ്ലാം ലഭിച്ച ഏടുകൾ എത്ര? 50. 22, അവസാന കിതാബ് ഏത്? ഖുർആൻ. 23-ാമത്തെ ക്വസ്റ്റ്യൻ, ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നതിന്റെ വിധി നിർബന്ധം. 24, മനുഷ്യൻ കൂടുതലായി നരകത്തിലെത്തിക്കുന്ന കാര്യം, മനുഷ്യനെ കൂടുതലായി നരകത്തിലെത്തിക്കുന്ന കാര്യം ചീത്ത സംസാരം. ചോദ്യം 25, ഉലുൽ അസ്മുൽ നേതാവ് ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉലുൽ അസ്ം 5 പേരാണ്. അതിൽ നേതാവ് ആരായിരുന്നു?
ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അടുത്തത് ഒറ്റ വായൊരു ഉത്തരം എഴുതുക, സെന്റൻസ് ക്വസ്റ്റ്യൻ ആണ്. 26ാമത്തെ ചോദ്യം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് സാരമെന്ത്? അർത്ഥേതാനാണ്. ആരാധനക്കർഹൻ അല്ലാഹു തആലയല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ച് പറയുന്നു. 27ാമത്തെ ചോദ്യം, സലാം പറയൽ സുന്നത്തിൽ ആർക്കെല്ലാം? രണ്ടെണ്ണം എഴുതാം. 1 ഫാസിഖ്, 2 മുബ്തദി. 28ാമത്തെ ചോദ്യം, ഏത് സ്ഥലത്താണ് സംസം ഉറവ് പൊട്ടിയത്? ഉത്തരം ഇസ്മായിൽ നബി അലൈഹിസ്സലാം കാലിട്ടടിച്ച സ്ഥലത്ത്. 29ാമത്തെ ചോദ്യം, 5 മലക്കളെ പേര് ഇതാ. 1 ജിബ്രീൽ അലൈഹിസ്സലാം, 2 മീകായിൽ അലൈഹിസ്സലാം, 3 ഇസ്രാഫിൽ അലൈഹിസ്സലാം, 4 അസ്റായിൽ അലൈഹിസ്സലാം, 5 റിദ്വാൻ അലൈഹിസ്സലാം. ചോദ്യം 30, ഉറക്കിൽ നിന്നുണർന്നാൽ എന്തു ചൊല്ലണം? അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ മാതനാ വ ഇലൈഹിൻ നുശൂർ. 31ാമത്തെ ചോദ്യം, ആരാണ് ഖുറൈശികൾ? അദ്നാന്റെ സന്താന പരമ്പരയിലെ ഫിഹ്ർ ബിൻ മാലിക്കിന്റെ പിന്മുറക്കാരാണ് ഖുറൈശികൾ. 32ാമത്തെ ചോദ്യം, വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. 33ാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചപ്പോഴുണ്ടായ ഒരു അത്ഭുതം എഴുതുക. ആരാധ്യ വസ്തുക്കൾ തലകുത്തി വീണു. പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന നൂറ്റാണ്ടുകളായി അണയാത്ത അഗ്നികുണ്ഡം പൊലിഞ്ഞു. 1 എഴുതിയാ മതി. അല്ലാഹു തആല നമ്മുടെ മക്കൾക്ക് നല്ല ബുദ്ധിയും വിവേകവും പരീക്ഷയിലെ ഉന്നതി നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.